കേരള മഹായുദ്ധത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അരങ്ങിലെത്തുന്ന കഥാപാത്രങ്ങൾ ആര് എന്നുള്ളതാണ് ചോദ്യം. മലമ്പുഴയിൽ ഒരു എ സുരേഷ് എത്തുന്നു, പി.കെ. ശശി എത്തുമോ ഷൊർണൂരിൽ മത്സരിക്കാൻ എന്നുള്ളതാണ്, പ്രേംകുമാർ എത്തുമോ കാട്ടാക്കടയിൽ മത്സരിക്കാമെന്നുള്ളതാണ്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ സജീവമാക്കുകയാണ് എല്ലാ മുന്നണികളും. മുന്നൊരുക്കങ്ങൾ അതിവേഗത്തിലാക്കുന്നു. ഇന്നലെ KPCCയുടെ മുതിർന്ന നേതാക്കളുടെ യോഗം എറണാകുളത്ത് വെച്ച് നടന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ NDAയുടെ നേതൃക്യാമ്പ് ഇന്ന് കൊച്ചിയിൽ നടക്കും. പ്രാദേശിക തലത്തിലെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ചയാകും. തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി BJP സംസ്ഥാന തിരഞ്ഞെടുപ്പ് സമിതി നാളെ തിരുവനന്തപുരത്ത് ചേരും. കീഴ്ഘടകങ്ങളിൽ നിന്ന് ശേഖരിച്ച പട്ടിക പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് സമിതി നൽകുന്ന പട്ടിക പരിശോധിച്ച ശേഷം അന്തിമ പട്ടിക മാർച്ച് ആദ്യം പ്രഖ്യാപിക്കും. ആദിൽ പാലോടുണ്ട്, ഒപ്പം VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരും. ആദ്യം ആദിൽ പാലോടിലേക്ക്. ഗുഡ് മോർണിംഗ് ആദിൽ. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. ആദിൽ പാലോട്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇന്നലെ എറണാകുളത്ത് യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ NDAയുടെ നേതൃക്യാമ്പ് നടക്കുകയാണ്. ഈ NDAയുടെ നേതൃക്യാമ്പിൽ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പിലെ പ്രധാനമായിട്ടുമുള്ള NDAയുടെ വിസ്മയങ്ങൾ, ഇതൊക്കെ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് NDA നേതൃക്യാമ്പ് ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യുക? സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ അതിവേഗം മുന്നണി കടക്കേണ്ട സമയമാണ്, സീറ്റ് വിഭജനമടക്കം. ആദിൽ പാലോ. ഉറപ്പായും അരുൺകുമാർ, ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എറണാകുളത്ത് ഇന്നലെ കോൺഗ്രസിന്റെ യോഗമായിരുന്നുവെങ്കിൽ ഇന്ന് BJPയുടെ NDAയുടെ യോഗം നടക്കുകയാണ്. NDAയുടെ നേതൃക്യാമ്പാണ്. പ്രാദേശിക തലത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള സംഘടനാ ഭാരവാഹികൾ, 1000-ഓളം സംഘടനാ ഭാരവാഹികളോട് നേതാക്കൾ സംസാരിക്കുന്ന പരിപാടിയാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ എന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാബു M. ജേക്കബ് 2020 NDAയിലേക്ക് വന്ന ശേഷമുള്ള വിപുലമായ യോഗം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എനിക്ക് പിന്നിൽ, ഞാനിപ്പോൾ ഉള്ള പരിപാടി സ്ഥലത്താണുള്ളത്. വലതുവശത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ, ഇടതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണെങ്കിൽ വലതുവശത്ത് തന്നെ സാബു M. ജേക്കബ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആകെ പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം സാബു M. ജേക്കബിന്റെ ചിത്രം കൂടി ഈ ഫ്ലെക്സുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വിധത്തിൽ എറണാകുളത്തെ പ്രത്യേക സാഹചര്യം കൂടി ഇങ്ങനെ സാബു M. ജേക്കബിനെ പരിഗണിക്കുന്നതിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കാം. ഏതായാലും പ്രാദേശിക തലത്തിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത്, ഒരു കൂട്ടായ്മ എന്ന നിലയിൽ മുന്നണി സംവിധാനം കൂടുതൽ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം, അതെങ്ങനെ നടപ്പാക്കണമെന്നീ കാര്യങ്ങളാകും ഇന്ന് ചർച്ചയാവുക. രാജീവ് ചന്ദ്രശേഖറാണ് പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അധ്യക്ഷനായി BDJSന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാകും. സാബു M. ജേക്കബ് അടക്കം മുതിർന്ന NDA നേതാക്കൾ ഉണ്ടാകും. നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ക്യാമ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നേതാക്കൾ പറയുന്നതനുസരിച്ച് ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സന്നാഹം, മുന്നൊരുക്കം, ഇത് അപൂർവമാണ്, ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം ഇവിടെ മറ്റൊരു ചിത്രം, ഇത് വികസിത കേരളത്തിനായി NDA സംസ്ഥാന നേതൃത്വ ക്യാമ്പ് എന്നതിൽ ഈ സാബു M. ജേക്കബിനെ ആദ്യമായി പ്രധാനമന്ത്രിക്ക് രാജീവ് ചന്ദ്രശേഖർ പരിചയപ്പെടുത്തുന്ന തിരുവനന്തപുരത്തെ പരിപാടിക്കിടെയുള്ള ഒരു ചിത്രമാണ് ഒരു ബോർഡിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ പല ബോർഡുകളിലും സാബു M. ജേക്കബിനെ ബൂസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്ലക്കാർഡുകൾ, ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഏതായാലും സാബു M. ജേക്കബ് കൂടി എത്തിയിരിക്കുന്നു. NDA ഒരു ശക്തമായ സംവിധാനമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ആദ്യപടിയാണ് പ്രാദേശിക തലത്തിലെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പ്. ഇനി എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ഒരു ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടത് എന്ന സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, ചർച്ചകൾ ഇന്നത്തെ നേതൃക്യാമ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺ, അപ്പോൾ ആദിൽ പാലോട്, ഞാൻ VS രഞ്ജിത്തിലേക്ക് വരാം. ആദിൽ പാലോട് ഡൽഹിയിൽ പോയി, തിരുവനന്തപുരത്ത് പോയി, ഇപ്പോൾ ഇതാ എറണാകുളത്തേക്ക് മൂന്നാമത്തെ നഗരം കീഴടക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. മറ്റ് നഗരങ്ങളിൽ നിന്ന് കൊച്ചിയിലെത്തിയപ്പോൾ എന്താ തോന്നുന്നത് ആദിൽ പാലോട്? ഇത് കുറച്ച് തിരക്ക് പിടിച്ച നഗരമാണ്. തിരുവനന്തപുരമാണ് നമുക്ക് തിരക്ക്, ഡൽഹിയും തിരക്കുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ തോന്നുന്നു ഈ കൊച്ചിയാണ് തിരക്ക് പിടിച്ച നഗരം. ഈ ബ്ലോക്കുകളിലൊക്കെ പെട്ട് കിടക്കുന്നു. ഏതായാലും സന്തോഷം. ഇവിടെയും അരുൺ പറഞ്ഞതുപോലെ നല്ല വാർത്തകൾ ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷ. അരുൺ, ഓക്കെ, താങ്ക് യു.